Hi students, welcome to Qubit SSC and RRB YouTube channel. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാനാണ് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യയുടെ ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി നമുക്കറിയാം. നിങ്ങൾ ഓൾറെഡി ആൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യയുടെ ക്ലാസ് കണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ഏറ്റവും അധികം SSCക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പാർട്ടാണ് നമ്മുടെ മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ആദ്യ ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബംഗാൾ, മൈസൂർ ആൻഡ് പഞ്ചാബ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, 1797 ഇന്ത്യയും 1840 ഇന്ത്യയും 1857 ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് എക്സ്പാൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഈ പറയുന്ന യെല്ലോയിലുള്ളതാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ മെല്ലെ മെല്ലെ എക്സ്പാൻഡ് ചെയ്ത് വന്ന നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങൾ. ഇനീഷ്യലി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ബനാറസ്, കൽക്കത്ത പോലുള്ള വളരെ കുറച്ച് സ്ഥലം മാത്രമേ ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു 1840 ആയപ്പോഴേക്കും ബനാറസ്, ലക്നൗ, കൽക്കത്ത, ഡൽഹിൻ്റെ ഒരു പാർട്ട്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ തമിഴ്നാട്, മദ്രാസ് ഭാഗങ്ങളൊക്കെ ആരുടെ കയ്യിലെത്തി? ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തി. കുറച്ചും കൂടെ ഒരു 1857 ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബാറ്റിൽ ഓഫ് പ്ലാസി, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 1857 എത്തിയ സമയത്ത് നിങ്ങൾ നോക്കും, ലാഹോർ, ഡൽഹി, അതായത് ഒരുവിധം നോർത്ത് ഇന്ത്യ, അതുപോലെ തന്നെ സദേൺ ഇന്ത്യൻ്റെ ഓൾമോസ്റ്റ് ഓൾ പാർട്ട്, സെൻട്രൽ ഇന്ത്യൻ്റെ ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ ഇന്ത്യ 1757 to 1900 എന്നൊരു പീരീഡ് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ദ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ came about through bloodshed battles and strategic policies, starting from the Battle of Plassey to the annexation of Punjab in 1849. Annexation of Punjab in 1849. The British spread its rule over the entire Indian subcontinent. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുത്തത് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടാണ്. ബ്ലഡ് നമ്മൾ പറയുന്നതാണ്, ഒരുപാട് രക്തക്കറവേണ്ട ഒരുപാട് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഓരോരോ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് നമ്മൾ മാപ്പ് കണ്ട പോലെ ഇന്ത്യയുടെ ഒരുപാട് പാർട്സ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായത്. അങ്ങനെയാണ്. അപ്പോൾ അതിൽ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റിൽ ഓഫ് പ്ലാസി ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഭരിക്കാനുള്ള അടിത്തറ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്ന ഇയർ എന്ന് പറയുന്നത് 1757 ആണ്, 1757 ആണ്. ഓക്കെ, 1849 പഞ്ചാബ് അനക്സേഷനോടെ ബ്രിട്ടീഷുകാർ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ഓൾ പാർട്സ് അവരുടെ കയ്യിലാക്കി മാറ്റിയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പോയിന്റിലേക്ക് പോകാം. സം ഓഫ് ദിയർ മെത്തേഡ്സ്, ഫോർ എക്സാമ്പിൾ, സബ്സിഡറി അലയൻസ്, പോളിസി ഓഫ് പാരമൗൺസി ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് help them expand and consolidate their empire in India. അപ്പം ഇവരുടെ വളരെ പ്രധാനപ്പെട്ട, അതായത് ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ യൂസ് ചെയ്ത ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് സബ്സിഡറി അലയൻസ്. ഈ സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാർ അന്നുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിലുള്ള രാജാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് ആർമീനെ വിട്ടുതരാം, പകരം നിങ്ങൾ ഒരു എമൗണ്ട്, സ്റ്റാൻഡിങ് ആർമിനെ ഞങ്ങൾ തരാം, പകരം നിങ്ങളുടെ എമൗണ്ട് കമ്പനിയിലേക്ക് അടയ്ക്കണം. സബ്സിഡറി അലയൻസ്. ബ്രിട്ടീഷ് പാരമൗൺസി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ അധികാരിയായിട്ടുള്ള രാജ്ഞിയോ രാജാവിനെയോ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പോളിസി, ബ്രിട്ടീഷ് പോളിസി ഓഫ് പാരമൗൺസി. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ അതായത് കറക്റ്റ് ഒരു ഹെയർ ഇല്ലാത്ത, അതായത് കറക്റ്റ് ഒരു അവകാശം ഇല്ലാത്ത ഒരു രാജ്യം, അതായത് സ്വന്തം രക്തത്തിൽ ജനിക്കാത്ത ഒരു മകനോ മകളോ ഇല്ലെങ്കിൽ ആ രാജ്യം ആർക്ക് കൈക്കലാക്കാം? ബ്രിട്ടീഷുകാർക്ക് കൈക്കലാക്കാം. അതായത് ദത്തവകാശം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇങ്ങനെ ഒരുപാട് പോളിസി, അതുകൂടാതെ യുദ്ധങ്ങളും, ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തത്. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം ഇനി നമുക്ക് പോകാനുള്ളത് മുർഷിദ് കുലി ഖാൻ, ബംഗാൾ. അപ്പോൾ ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നവാബ് ഓഫ് ബംഗാൾ. അപ്പം ബംഗാളിലെ ആദ്യത്തെ നവാബാണ് മുർഷിദ് കുലി ഖാൻ. ഇദ്ദേഹത്തിന് ഹി വാസ് അപ്പോയിന്റഡ് ആസ് ദ ഗവർണർ ഓഫ് ബംഗാൾ ആൻഡ് ഒറീസ ബൈ മുഗൾ എംപറർ ഫറൂഖ് സിയാർ. നമുക്കറിയാം 1707 ഔറംഗസേബിന്റെ ഡെത്തിന് ശേഷം, 1707 ഔറംഗസേബിന്റെ ഡെത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുഗൾ എംപറർ പൂർണ്ണമായും അവരുടെ ആ ഒരു അധികാരം അല്ലെങ്കിൽ അവരുടെ ഒരു പവർ പൂർണ്ണമായിട്ടും ക്ഷയിച്ചു വരുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഒരുപാട്, അതായത് ഔറംഗസേബിന്റെ മക്കളായിട്ടുള്ള ജഹന്തർ ഷാ, മുഹമ്മദ് ഷാ ഒക്കെ രാജാവായിട്ടുണ്ടെങ്കിലും, പക്ഷേ പിന്നീട് ഒരു ഔറംഗസേബിനെ പോലെ ഒരു സ്ട്രോങ്ങസ്റ്റ് റൂളർ മുഗൾ എംപറർ ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്ന ആളാണ് ഈ പറയുന്ന മുർഷിദ് കുലി ഖാനെ ഫറൂഖ് സിയാറാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം നവാബാണ്, ബംഗാളിലെ നവാബാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് നവാബ്. ഹി ട്രാൻസ്ഫർഡ് ദ ക്യാപിറ്റൽ ഓഫ് ബംഗാൾ ഫ്രം ധാക്ക ടു മുർഷിദാബാദ്. നമുക്കറിയാം ധാക്ക എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലാണ്, ബംഗ്ലാദേശിന്റെ ഭാഗമാണ് അല്ലേ. ധാക്കയിൽ നിന്ന് മുർഷിദാബാദിലേക്ക് ബംഗാളിന്റെ ക്യാപിറ്റൽ ആര് മാറ്റി? മുർഷിദ് കുലി ഖാൻ മാറ്റി. സിറാജുദ്ദൗള. അപ്പോൾ സിറാജുദ്ദൗള പറയുന്നതിൻ്റെ മുന്നേ ഈ ഡയറക്റ്റ് മുർഷിദ് കുലി ഖാൻ 1717 to 1727 വരെയാണ് അദ്ദേഹം നവാബായിരുന്നത് ബംഗാളിന്റെ. പക്ഷേ മുർഷിദ് കുലി ഖാൻ കഴിഞ്ഞതിന് ശേഷം, മുർഷിദ് കുലി ഖാൻ തൊട്ട് അടുത്ത ആളെന്ന് പറയുന്നത് ഷുജാ ഉദ്ദീൻ എന്ന് പറയുന്ന ആളാണ്. ഷുജാ ഉദ്ദീന് ശേഷം, അതിനുശേഷം വരുന്ന ആളാണ്
അലിവർദി ഖാൻ. ഓക്കെ, അലിവർദി ഖാന്റെ തൊട്ടു മുന്നേ ഒരു നവാബും കൂടെ ഉണ്ട്, പുള്ളിന്റെ പേരാണ് സർഫറാസ് ഖാൻ. ഓക്കെ, ഇതാണ് ബംഗാളിലെ നവാബ്സിന്റെ ഒരു കറക്റ്റ് ഒരു ക്രോണോളജി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി മുർഷിൽ കുലി ഖാനാണ്, അതിനുശേഷം ഷുജാഉദ്ദീൻ വന്നു, അതിനുശേഷം സർഫറാസ് ഖാൻ വന്നു, അലിവർദി ഖാൻ വന്നു. അലിവർദി ഖാനിന് ശേഷം അദ്ദേഹത്തിന്റെ കൊച്ചുമകനായിട്ടുള്ള സിറാജുദ്ദൗള. ബംഗാളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നവാബ് സിറാജുദ്ദൗളയാണ്. അതുകൊണ്ടാണ് ഇവരുടെ പേരൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യാതെ, അതായത് സ്ലൈഡിൽ ഉൾപ്പെടുത്താതെ പോയത്. അപ്പോൾ ഇവരുടെ പേരുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക: ഷുജാഉദ്ദീൻ, സർഫറാസ് ഖാൻ, അലിവർദി ഖാൻ. സോറി, അലിവർദി ഖാൻ. ഓക്കെ, അപ്പം ഇനി സിറാജുദ്ദൗളയിലേക്ക് പോകാം. He was to succeed the Nawab of Bengal in April 1756 at the age of 27. വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം നവാബ് ആവുന്നത് അല്ലേ. He seized the English factory at Kazim Bazar on 2nd January 1757. Treaty of Ali Nagar was signed restored Calcutta to East India Company with its privileges and permitted the fortification of the town. The Battle of Plassey was fought on 23rd June 1757. ഇത്രയും സാധനം ഞാൻ ഒരുമിച്ച് ആദ്യം വായിച്ചതെന്ന് വെച്ചാൽ ഓരോ നേരം എക്സ്പ്ലെയിൻ ചെയ്തവരായിട്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്? ഹി സീസ് ദ ഇംഗ്ലീഷ് ഫാക്ടറി. അദ്ദേഹം കാസിം ബസാറിലുള്ള ബ്രിട്ടീഷുകാരുടെ, ഓൾറെഡി ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ഈ മുഗൾ എംപറിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള അവർക്കൊരു ഫാർമൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇവിടുന്ന് ഫ്രീ ആയിട്ടുള്ള ട്രേഡാണ് നടത്തുന്നത്, വിത്തൗട്ട് എനി ടാക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ് നടത്തുന്നത് ആരെതിരായിരുന്നു? അതിനെതിരെ സിറാജുദ്ദൗള എതിരായിരുന്നു. അങ്ങനെ സിറാജുദ്ദൗള അവരുടെ ഫാക്ടറി, എവിടെയുള്ള കാസിം ബസാറിലുള്ള അവരുടെ ഫാക്ടറി അദ്ദേഹം സീസ് ചെയ്തു. അതുകൂടാതെ കൽക്കത്ത അദ്ദേഹം പിടിച്ചെടുത്തു. കൽക്കത്ത പിടിച്ചെടുത്തിട്ട് കൽക്കത്തിൻ്റെ പേര് അദ്ദേഹം മാറ്റി. അദ്ദേഹം കൽക്കത്തിൻ്റെ പേര് അലിനഗർ എന്നാക്കി മാറ്റി. ഓക്കെ, അലിനഗർ. കൽക്കത്തയുടെ പേര് സിറാജുദ്ദൗള എന്താക്കി മാറ്റി? അലിനഗർ. അപ്പോൾ അലിനഗർ എന്ന് പറയുന്നത് ഏത് പ്ലേസ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് കൽക്കത്തയാണ്. ഓക്കെ, അങ്ങനെ കൽക്കത്ത ആര് പിടിച്ചെടുത്തു? സിറാജുദ്ദൗള പിടിച്ചെടുത്തിട്ട് അതിനുശേഷം ട്രീറ്റി ഓഫ് അലിനഗർ സൈൻ ചെയ്തിട്ട് ഈ പറയുന്ന കൽക്കത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ കൽക്കത്ത പിടിച്ചെടുക്കാൻ ഉപയോഗിച്ചത് ഈ പറയുന്ന കൽക്കത്ത എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുത്തിട്ട് അലിനഗർ എന്ന് പറഞ്ഞ പേര് മാറ്റി അദ്ദേഹം വെച്ചെങ്കിലും അതിനുശേഷം ട്രീറ്റി ഓഫ് അലിനഗർ സൈൻ ചെയ്തിട്ട് ഇത് തിരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1757 എന്ത് നടക്കുകയാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്ന യുദ്ധം ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലുള്ള അധികാരത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ഈ പറയുന്ന ബാറ്റിൽ ഓഫ് പ്ലാസി. അങ്ങനെ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുവാണ്. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസിനെ കുറിച്ച് ബാറ്റിൽ ഓഫ് പ്ലാസിൽ പറയുന്നതിന് മുന്നേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് ഒന്നിട്ട് കാര്യം നമുക്ക് പറയാം. In 1599, English East India Company was formed by a group of merchants to trade with the East, known as merchant adventurers. ഓക്കെ, അപ്പം 1599 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നു. ആരാണ് ഫോം ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസിന്റെ പേരാണ് മെർച്ചന്റ് അഡ്വഞ്ചറേഴ്സ്. ഓക്കെ, അങ്ങനെ അവർ ക്യൂൻ എലിസബത്തിന്റെ അടുത്ത് നിന്ന് അധികാരം കിട്ടിയിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് ഈ പറയുന്ന നമ്മുടെ സൗത്ത് ഏഷ്യൻ, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അവർ ട്രേഡിനായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ മോണോപ്പൊളി ഓഫ് ട്രേഡ് അധികാരം നൽകുന്നത് ജെയിംസ് രണ്ടാമൻ എന്ന കിങ് ആണ്. ജെയിംസ് 2 ആണ് അവർക്ക് മോണോപ്പൊളി ഓഫ് ട്രേഡ്. ഈ പറയുന്ന ക്യൂൻ എലിസബത്ത് അവർക്ക് 15 കൊല്ലത്തേക്കാണ് ട്രേഡ് നടത്താനുള്ള മോണോപ്പൊളി അനുവദിച്ച് നൽകിയത്. പക്ഷേ അത് സ്ഥിരമാക്കി കൊടുത്ത വ്യക്തി ജെയിംസ് 2 ആണ്. അങ്ങനെയാണ് അവർ ഇവിടുത്തെ ഈ പറയുന്ന ട്രേഡിൻ്റെ മോണോപ്പൊളി പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പം അവർ വരുന്നത് ജഹാംഗീറിൻ്റെ കോർട്ടിലേക്കാണ്. വന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ഹോക്കിൻസ് ആണ്, 2 തോമസ് റോയ് ആണ്. അപ്പം ഈ പറയുന്ന ഹോക്കിൻസും തോമസ് റോയും ഈ ജഹാംഗീറിൻ്റെ കോർട്ടിലേക്ക് വന്നു. ജഹാംഗീറിനോട് കാര്യങ്ങൾ സംസാരിച്ചു. ജഹാംഗീർ അവർക്ക് ഇവിടെ നമ്മുടെ ഫാക്ടറി പണിയാനുള്ള അവകാശങ്ങളൊക്കെ നൽകി. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. വെറും ട്രേഡിംഗ് കമ്പനി ആയിട്ടുള്ള അവർ പിന്നീട് ഇവിടെ അധികാരം പിടിച്ചെടുത്ത് പിന്നീട് ബ്രിട്ടീഷുകാർ ഒക്യുപ്പൈ ചെയ്യുന്ന അവരുടെ ഒരു കോളനിയാക്കി ഇന്ത്യയെ മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ദ ഫാർമാൻ ഗ്രാൻഡഡ് ടു ദ ബ്രിട്ടീഷ് ബൈ ദ എംപറർ. ഇവിടെ ഏതാണ് എംപറർ? ജഹാംഗീർ ആണ് കേട്ടോ. അപ്പം ജഹാംഗീർ എന്ത് നൽകി? ഫാർമാൻ അവർക്ക് റൈറ്റ്സ് കൊടുക്കുകയാണ്. ഫാർമാൻ ഗ്രാൻഡഡ് ബൈ ദ ബ്രിട്ടീഷ് ബൈ ദ എംപറർ ജഹാംഗീർ ഇനാബിൾഡ് ദം ടു കണ്ടക്ട് ഫ്രീ ട്രേഡ് ഇൻ ബംഗാൾ. ഓക്കെ, ഈ ഫ്രീ ട്രേഡ് ആര് കൊടുത്ത ഫാർമാൻഷിപ്പാണ്? ജഹാംഗീർ കൊടുത്ത ഫാർമാൻഷിപ്പാണ്. ഇതാണ് ആര് വന്നപ്പോൾ എടുത്ത് ഒഴിവാക്കാൻ നോക്കിയത്? സിറാജുദ്ദൗള ബംഗാളിൽ വന്നപ്പോൾ അവരുടെ ആ ഒരു ഫാർമാൻഷിപ്പ് എടുത്ത് ഒഴിവാക്കാൻ നോക്കി, അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എന്നുള്ള അവരുടെ ആ ഒരു അധികാരം എടുത്ത് ഒഴിവാക്കാൻ നോക്കി. അതിൻ്റെ പേരിലാണ് ഇവർ തമ്മിൽ ചെറിയൊരു വിഷയമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് പ്ലാസി അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ് ബാറ്റിൽ ഓഫ് പ്ലാസി.
Battle of Plassey in 1757, in which Siraj-ud-Dawla was treacherously defeated by the cheating of Mir Jafar. ഇദ്ദേഹത്തിൻ്റെ ആർമിയിലുണ്ടായിരുന്ന കമാൻഡർ ആയിരുന്നു മിർ ജാഫർ. റായ് ദുർലഭ്, നമുക്കറിയാം ഇന്ത്യയിൽ നമ്മുടെ പല സ്ഥലങ്ങളും നമ്മൾ പല രാജാക്കന്മാരും തോൽക്കാനും അല്ലെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ പല യുദ്ധങ്ങളും തോൽക്കാനും കാര്യം ഇന്ത്യക്കാർ ഒറ്റ കൊടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരാളാണ് മിർ ജാഫർ. മിർ ജാഫർ ഇദ്ദേഹത്തിൻ്റെ നവാബായിരുന്നു, നവാബിൻ്റെ കമാൻഡർ ആയിരുന്നു. പിന്നെ റായ് ദുർലഭ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്പൈ ആയിരുന്നു. അതായത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു സ്പൈ ആയിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്പൈ ആയിരുന്നു. അദ്ദേഹം പ്രൊവൈഡഡ് ദം വൈറ്റൽ ഇൻഫോർമേഷൻ അബൌട്ട് ദ നവാബ്സ് പ്ലാൻസ്. നവാബുമായിട്ട് നല്ലൊരു ചങ്ങാത്തം കൂടി അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാർക്ക് ഇതിലുള്ള പ്ലാൻസ് ഒക്കെ മനസ്സിലാക്കി അത് കറക്റ്റ് സമയത്ത് ബ്രിട്ടീഷുകാർ അറിയിച്ചു കൊടുത്തിരുന്ന ഒരു സ്പൈ ആയിരുന്നു റായ് ദുർലഭ്. പിന്നെ പ്രൊവൈഡ് ദം വൈറ്റൽ ഇൻഫോർമേഷൻ. ഓക്കെ. ആൻഡ് ഒമി ചന്ദ് എന്ന് പറയുന്നത് ആ ബംഗാൾ ഉണ്ടായിരുന്ന ഒരു വെൽത്തി ബാങ്കർ ആയിരുന്നു. അദ്ദേഹം ഈ ഒമി ചന്ദ് എന്ന് പറയുന്ന ആൾ ഒരു മണി ലെൻഡറും കൂടിയായിരുന്നു. അവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും ആരെ തോൽപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടുള്ള നമ്മുടെ സിറാജുദ്ദൗളയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു. അതുകൂടാതെ മിർ ജാഫറിനെ ബ്രിട്ടീഷുകാർക്ക് വിലക്കെടുക്കാൻ വേണ്ടി മിർ ജാഫറിന് അടുത്ത നവാബാക്കാന്ന് പറയാൻ മാത്രമല്ല കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ പൈസ കൊടുത്ത് വരെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒമി ചന്ദാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം ഇതുവരെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ബാക്കിയിലേക്ക് പോവാണ്. ലേറ്റർ വെൻ മിർ ജാഫർ കുഡിന്റ് കീപ്പ് അപ്പ് വിത്ത് ദ ട്രിബ്യൂട്ട് പ്രോമിസ്ഡ് ടു ദ ബ്രിട്ടീഷ്, ദേ ഇൻസ്റ്റാൾഡ് മിർ ഖാസിം ഓൺ ദ ത്രോൺ. ഓക്കെ. അപ്പം മിർ ജാഫറിനോട് ഒരുപാട് കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ബ്രിട്ടീഷുകാർ അവരെ പിടിച്ച്, അതായത് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചു, ബാറ്റിൽ ഓഫ് പ്ലാസി കഴിഞ്ഞു. അതിനുശേഷം മിർ ജാഫറിനെ അവരുടെ അടുത്ത് നവാബാക്കി ഒരു പപ്പറ്റ് പോലെ വെക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മിർ ജാഫറിന് അയാളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ ചെയ്യാൻ പറ്റാത്തത് കാരണം അയാളെ പിടിച്ച് മാറ്റി മിർ ഖാസിമിനെ അവിടുത്തെ നവാബാക്കി മാറ്റി. ഹി അബോളിഷ്ഡ്. പക്ഷേ മിർ ഖാസിം നവാബായപ്പോൾ മിർ ജാഫറിനെക്കാളും വലിയ ആളായി മാറുക ചെയ്യുന്നത്. കാരണം അദ്ദേഹം എന്താ ചെയ്തത്? ഹി അബോളിഷ്ഡ് ഓൾ ദ ഡ്യൂട്ടീസ് ഓൺ ഇന്റേണൽ ട്രേഡ്. ബ്രിട്ടീഷുകാർക്ക് ഇവിടെ, അതായത് ഇന്റേണൽ ട്രേഡിൻ്റെ സമയത്ത് അവർക്ക് ഫ്രീ ട്രേഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ ആ ഫ്രീ ട്രേഡും അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ഡ്യൂട്ടീസ് വിളിച്ചിരുന്നു. ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഡ്യൂട്ടി ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്രീ ട്രേഡ് പോളിസി നമ്മൾ നേരത്തെ സിറാജുദ്ദൗള എടുത്ത് ഒഴിവാക്കി വീണ്ടും അവർക്ക് ഇമ്പോസ് ചെയ്ത് കൊടുത്ത അത് വീണ്ടും കൊണ്ടുവരികയാണ്, അബോളിഷ് ചെയ്യാണ്. അതായത് ഈ ഫ്രീ ട്രേഡ് ആർക്കും ഇല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരാണ് ആര്? മിർ ഖാസിം. ദിസ് ആങ്കേർഡ് ദ ബ്രിട്ടീഷ് ആൻഡ് ഡിഫീറ്റഡ് മിർ ഖാസിം. അങ്ങനെ ഇത് ഒബ്വിയസ്ലി ബ്രിട്ടീഷുകാർക്ക് ദേഷ്യം ഉണ്ടാക്കും. ബ്രിട്ടീഷുകാർ ആര് തോൽപ്പിക്കുന്നു? മിർ ഖാസിമിനെ തോൽപ്പിക്കുന്നു. അദ്ദേഹം അവധിലേക്ക് രക്ഷപ്പെടുവാണ്. അവധിൽ രക്ഷപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ പേടിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്ന എപ്പോഴാണ്? ഒക്ടോബർ 22, 1764. അതെങ്ങനെയാണ്? ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമാൻഡഡ് ബൈ ഹെക്ടർ മുൻറോ. അപ്പം ഈ ഹെക്ടർ മുൻറോയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ ആൻഡ് ദി യുണൈറ്റഡ് ഫോഴ്സസ് ഓഫ് ഷുജാ-ഉദ്-ദൗള, ദ നവാബ് ഓഫ് അവധ്, അവധിലെ നവാബായിട്ടുള്ള ഷുജാ-ഉദ്-ദൗളയോട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്തു. ഷുജാ-ഉദ്-ദൗള, മിർ ഖാസിം ആൻഡ് ദ നവാബ് ഓഫ് ബംഗാൾ ആൻഡ് ദ മുഗൾ എംപറർ ഷാ അലം II. അതായത് മുഗൾ എംപറർ, പേരിന് മാത്രമുള്ള ഒരു എംപറർ എന്ന ലെവലിലേക്ക് മുഗൾ എംപറർ താഴ്ന്നിരുന്നു. മുഗൾ എംപറേഴ്സിന് ഈ ഒരു യുദ്ധത്തിന് ശേഷം മുഗൾ എംപറർ ശരിക്കും എല്ലാ അർത്ഥത്തിലും പേരിന് മാത്രമുള്ള ലെവലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളൊരു പെൻഷൻ തന്ന് നിങ്ങൾ ഇവിടുത്തെ പേരിന് ഒരു മുഗൾ എംപറർ എന്ന ലെവലിൽ നിന്നുകൊള്ളൂ എന്നതിനൊക്കെ കാരണമായിട്ടുള്ള യുദ്ധം കൂടിയാണ് ബാറ്റിൽ ഓഫ് ബക്സർ. നേരത്തെ പറഞ്ഞ 1757 വാർ, ബാറ്റിൽ ഓഫ് പ്ലാസെ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഇതിന് അടിത്തറ ഇട്ടു എന്ന് പറയുമ്പോഴും ആ അടിത്തറ പൂർണ്ണമാക്കുന്നത് ബാറ്റിൽ ഓഫ് ബക്സർ ആണ്. ഓക്കെ. ദ ബാറ്റിൽ വാസ് എ ഡിസിസീവ് വിക്ടറി ഫോർ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ലീഡിംഗ് ടു ദെയർ ഇവൻച്വൽ ഡോമിനേഷൻ ഓഫ് ബംഗാൾ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബംഗാൾ പ്രസിഡൻസി. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഡ്യുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ. യെസ്, ഡ്യുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ. ബട്ട് എന്താണ് ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ? ഡ്യുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ started in 1765. Okay, 1765 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The system of dual government was introduced in Bengal by Robert Clive. Who was Robert Clive? Introduced in Bengal by Robert Clive, the first governor of Bengal. British East India Company ബംഗാളിൽ അപ്പോയിന്റ് ചെയ്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ അപ്പോയിന്റ് ചെയ്ത, നമ്മൾ നേരത്തെ പറഞ്ഞ ബംഗാൾ പ്രസിഡൻസി ഫോം ചെയ്യുന്നു അല്ലേ, അപ്പോയിന്റ് ചെയ്ത ഫസ്റ്റ് ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ഓക്കെ, അപ്പോൾ റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ് ഡ്യുവൽ ഗവൺമെന്റ് പോളിസി. ഇത് 1765 മുതൽ 1772 വരെയാണ് നിലനിന്നിരുന്നത്. അണ്ടർ ദി സിസ്റ്റം ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബംഗാൾ വാസ് ഡിവൈഡഡ് ഇൻടു നിസാമത്ത് ആൻഡ് ദിവാനി. ഈ സിസ്റ്റം പ്രകാരം
ബംഗാൾ അഡ്മിനിസ്ട്രേഷൻ രണ്ടായി ഡിവൈഡ് ചെയ്തു, നിസാമത്ത് ആൻഡ് ദിവാനി. എന്താണ് ദ ദിവാനി? ദി അബിലിറ്റി ടു കളക്ട് മണി ആൻഡ് അഡ്മിനിസ്റ്റർ സിവിൽ ജസ്റ്റിസ് ഇൻ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ വാസ് ക്യാരിഡ് ഔട്ട് ബൈ ദ കമ്പനി. അതായത് മെയിൻലി ടാക്സ് പിരിക്കുക, പൈസ ഇവിടുന്ന് എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ആ റൈറ്റ് ബ്രിട്ടീഷുകാരും അവർക്ക് ഇവിടെ ഭരിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിസാമത്ത് റൈറ്റ് അവർ ബംഗാൾ നവാബിനെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആൻഡ് ദ നിസാമത്ത് മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, ഡിഫെൻഡിങ് ദ ഫ്രണ്ടിയേഴ്സ് അഗെയിൻസ്റ്റ് ഫോറിൻ ഇൻവേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ക്രിമിനൽ ജസ്റ്റിസ് ബൈ ദ നിസാം. അതായത് അവരുടെ ലക്ഷ്യം മെയിൻലി എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, വാരൻ ഹേസ്റ്റിംഗ്സ് എൻഡ് ദ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. വാരൻ ഹേസ്റ്റിംഗ് ആണ് ഈ പറയുന്ന ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട്, നിസാമത്ത് ആൻഡ് ദിവാനി റൈറ്റ്സ് ബ്രിട്ടീഷുകാർക്കുണ്ട്. ദിവാനി റൈറ്റ്സ് ആണ് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത്, നിസാമത്ത് റൈറ്റ്സ് ഈ പറയുന്ന നിസാം അല്ലെങ്കിൽ നവാബ് ഓഫ് ബംഗാളിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതായത് നിസാമത്ത് റൈറ്റ്സിൽ വരുന്ന എന്താണ്? മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, ഡിഫെൻഡിങ് ഫ്രണ്ടിയേഴ്സ് അഗെയിൻസ്റ്റ് ഫോറിൻ ഇൻവേഷൻ, അഡ്മിനിസ്ട്രേറ്റിംഗ് ക്രിമിനൽ ജസ്റ്റിസ്. അതായത് നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് തലയിലിട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ ഇവിടുന്ന് എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ഈ പറയുന്ന ടാക്സ് പിടിക്കാൻ പറ്റുമോ ആ കാര്യങ്ങൾ, കളക്ട് മണി ആൻഡ് അഡ്മിനിസ്റ്റർ സിവിൽ ജസ്റ്റിസ് ഇൻ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. അതാണ് ആര് ചെയ്തുകൊണ്ടിരുന്നത്? ബംഗാളിൽ മാത്രമല്ല, ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ബീഹാറിലും ഒറീസയിലേക്കൊക്കെ ബ്രിട്ടീഷുകാരുടെ എന്ത് മാറുകയാണ്? അവരുടെ അധികാരം എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഡ്യുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ. നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ട്രീ പോലെ നമുക്ക് ഇവിടെ കാണാം. ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം ബൈ റോബർട്ട് ക്ലൈവ്. ദിവാനി റൈറ്റ്സ്, കളക്ടിംഗ് റവന്യൂ ടു കമ്പനി. നിസാമത്ത് റൈറ്റ്സ്, പോലീസ് ആൻഡ് ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ടു നവാബ് ഓഫ് ബംഗാൾ. ഓക്കെ, രണ്ടായി നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനം തന്നെ അല്ലേ? ശരി, ഇനി മൈസൂർ. ഓക്കെ, മൈസൂർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബംഗാളാണ് പറഞ്ഞത്, ബംഗാളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മൈസൂരിലേക്ക് പോകാം. മൈസൂരിൽ വൊഡയാർ ഡൈനാസ്റ്റി ആയിരുന്നു ഭരിച്ചിരുന്നത്. ഈ വൊഡയാർ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹൈദർ അലി. അദ്ദേഹം പിന്നീട് കൃഷ്ണരാജ വൊഡയർ എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം മൈസൂരിലെ റൂളർ ആവുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഹൈദർ അലി വാസ് എ മുസ്ലിം റൂളർ ഓഫ് മൈസൂർ പ്രിൻസ്ലി സ്റ്റേറ്റ് ആൻഡ് മിലിറ്ററി കമാൻഡർ ഹു പ്ലേഡ് an important part in the wars in southern India in the 18th century. He became the Faujdar of Dindigul. Faujdar എന്ന് പറഞ്ഞാൽ മിലിറ്ററി കമാൻഡർ എന്നാണ് മീനിങ്. ഓക്കെ, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ, ഹൈദർ അലി ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത് 1780-84 ഈ ആംഗ്ലോ മൈസൂർ വാർ ട്രീറ്റി ഓഫ് മദ്രാസ് signed. The treaty provided, ഇതിൽ ഇയറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തതിൽ ഇയറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ കഴിഞ്ഞു, ഹൈദർ അലി ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്നു. അതിൽ ട്രീറ്റി ഓഫ് മദ്രാസ് സൈൻ ചെയ്യുന്നു. ട്രീറ്റി ഓഫ് മദ്രാസ് സൈൻ ചെയ്തു. ദ ട്രീറ്റി പ്രൊവൈഡഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രിസണേഴ്സ്. ഈ പറയുന്ന 1769 അല്ല, ഈ പറയുന്നത് 82-83 ആ ടൈമിലാണ്. അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു പോയതാണ്. ഓക്കെ, അപ്പം ദ ട്രീറ്റി പ്രൊവൈഡഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രിസണേഴ്സ് ആൻഡ് ദ കൺകേർഡ് ഏരിയാസ്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ ആണ്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത് 1767-69 പീരീഡിലാണ്. ഇവിടെ ഞാൻ PPT റെഡിയാക്കിയ സമയത്ത് വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. 1767-69 അതുപോലെ ട്രീറ്റി ഓഫ് മദ്രാസ് ഇതിൽ പറയുന്ന പോലെ തന്നെ 1769 സൈൻ ചെയ്യുന്നത്. ദിസ് ട്രീറ്റി പ്രൊവൈഡഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രിസണേഴ്സ് ആൻഡ് ദ കൺകേർഡ് ഏരിയാസ്. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ട് യുദ്ധം ചെയ്തു, രണ്ടാളും അങ്ങോട്ട് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ തടവിലാക്കിയ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർ തിരിച്ചു നൽകാം എന്ന രീതിയിലാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ അത് അവസാനിക്കാൻ കാരണമായിട്ടുള്ള ട്രീറ്റിയാണ് ദ ട്രീറ്റി ഓഫ് മദ്രാസ്. ഓക്കെ, സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ 1780-84 ഒരു 4 കൊല്ലം നീണ്ടുന്ന യുദ്ധമാണ്. ഈ പറയുന്ന യുദ്ധത്തിന്റെ സമയത്ത് 1782 ഈ പറയുന്ന നമ്മുടെ ഹൈദർ അലി ക്യാൻസർ ബാധിച്ച് മരണപ്പെടുവാണ്. ഓക്കെ, പിന്നീട് ഈ യുദ്ധം ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ടിപ്പു സുൽത്താൻ referred to as the tiger of Mysore. നമുക്കറിയാം മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ was the Indian Muslim ruler of the kingdom of Mysore based in South India. Okay, he continued the second Anglo-Mysore war till 1784. The Treaty of Mangalore, under which both the parties gave back the territories they had taken from each other, was signed by Tipu Sultan, which ended the second Anglo-Mysore war. Okay, second Anglo-Mysore war ഇതേപോലെ തന്നെ അവസാനിക്കുകയാണ് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ പ്രകാരം. ഫസ്റ്റത്തെ ഏതാണ്? ട്രീറ്റി ഓഫ് മദ്രാസ്, രണ്ടാമത്തെ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹൈദർ അലി കുറച്ചും കൂടെ സപ്പോർട്ട് തേടിയിരുന്നത്, അല്ലെങ്കിൽ ഹൈദരലിൻ്റെ ആർമിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഉപയോഗിച്ചിരുന്നത് ഫ്രഞ്ച് ആർമി മെൻ്റെ സപ്പോർട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഫ്രഞ്ചുകാരുമായിട്ടുള്ള ഇവരുടെ ബന്ധം ബ്രിട്ടീഷുകാരെ വളരെയധികം പേടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവർക്കെതിരെ തിരിയാനുള്ള കാരണമായി വന്നത്. ഓക്കെ, അപ്പോൾ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ was signed by Tipu Sultan. നമ്മൾ പറഞ്ഞു തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുകയാണ് 1790-1792. The war was concluded with the Treaty of സെരിംഗപട്ടണം. ഓക്കെ, സെരിംഗപട്ടണം അഥവാ ശ്രീരംഗപട്ടണം എന്നും പറയും. ഈ 1792 ഈ ട്രീറ്റി പ്രകാരം ഈ പറയുന്ന തേർഡ് ആംഗ്ലോ മൈസൂർ വാറും
അവസാനിക്കുകയാണ്. അണ്ടർ ദിസ് ട്രീറ്റി നിയർലി ഹാഫ് ഓഫ് ദ മൈസൂരിയൻ ടെറിട്ടറി വാസ് ടേക്കൺ ഓവർ ദ അലയൻസ് ഓഫ് ദ ബ്രിട്ടീഷ്. നമ്മുടെ മലബാറൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുന്ന ഈ പറഞ്ഞ ശ്രീരംഗപട്ടണം ഈ ട്രീറ്റി പ്രകാരമാണ്. ഓക്കെ, അത് മൈസൂരിൻ്റെ കയ്യിലുള്ള സ്ഥലമായിരുന്നു മലബാർ. അതൊക്കെ ആരുടെ കയ്യിലായി? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ശ്രീരംഗപട്ടണം ട്രീറ്റി പ്രകാരമാണ് കേട്ടോ. നിസാം ആൻഡ് the Marathas. Okay, എന്താ പറയുന്നത്? Under this treaty, nearly half of the Mysorean territory was taken over by the alliance of the British, Nizam and Marathas. Okay, അപ്പം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പകുതിയോളം സ്ഥലങ്ങൾ ആർക്ക് കിട്ടി? നമ്മുടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഓക്കെ, ഇനി പഞ്ചാബിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഇത് കൂടാതെ ഒരു 3 കോടി ഈ പറയുന്ന തേർഡ് ആംഗ്ലോ മൈസൂർ വാർ കഴിഞ്ഞ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ടിപ്പുവിനെ പിടിച്ച് ആ ഒരു അവസ്ഥയിൽ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ 3 കോടി രൂപയുടെ അടുത്ത് ടിപ്പുവിൻ്റെ അടുത്ത് വാറിൻ്റെ ഭാഗമായിട്ട് അടയ്ക്കാൻ വേണ്ടിയും പറയുന്നുണ്ട്. ടിപ്പുവിന് മൊത്തം പൈസ ആ സമയത്ത് അടച്ചു തീർക്കാൻ പറ്റാത്ത കാരണം ഇവർ ടിപ്പുവിനോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി വരുന്ന എമൗണ്ട് അടച്ചു തീർക്കുന്നവരെ ടിപ്പുവിൻ്റെ 2 മക്കളെ ഇവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവരെ ഇവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ പറയുന്ന തേർഡ് ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, തേർഡ് ആംഗ്ലോ മൈസൂർ വാർ പറഞ്ഞു, ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറും കൂടെ ഉണ്ട്. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ 1798 സ്റ്റാർട്ട് ചെയ്ത് 1789 എൻഡ് ആവുന്നത്. ഓക്കെ, 1798 to 1799. അപ്പോൾ ഈ ഒരു വാറിൽ ആര് മരണപ്പെടുവാണ്? നമ്മുടെ ടിപ്പു സുൽത്താൻ മരണപ്പെടുവാണ്. ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും ഈ പറയുന്ന മൈസൂർ പിടിച്ചെടുത്തത് വീണ്ടും വൊഡയാർ ഡൈനാസ്റ്റിക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്. കാരണം അവർ സബ്സിഡറി അലയൻസോടുകൂടി ബ്രിട്ടീഷുകാരോട് നിൽക്കാൻ തയ്യാറായിരുന്നു. ഇതിൽ ബ്രിട്ടീഷുകാരുടെ മറാത്താസൊക്കെ ബ്രിട്ടീഷുകാരനെ സപ്പോർട്ട് ചെയ്തിട്ട് ടിപ്പു സുൽത്താൻ ഇതിൽ നിന്നിരുന്നു. അതൊക്കെ ഒരു കാരണമാണ് ഈ പറയുന്ന ടിപ്പു സുൽത്താൻ തോറ്റുപോകാൻ. പിന്നെ കഴിഞ്ഞ യുദ്ധത്തിൽ അദ്ദേഹത്തിന് അത്രയും വലിയ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത്രയും പകുതിയോളം സ്ഥലങ്ങൾ ആർക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു? ഈ പറയുന്ന അലയൻസ് ഓഫ് ദ ബ്രിട്ടീഷ്, നിസാം ആൻഡ് മറാത്താസിനൊക്കെ നൽകേണ്ടി വന്നു. ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുത്തു. അപ്പോൾ 3 കോടി രൂപ അവർക്ക് പൈസ അടയ്ക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ ഈ പറയുന്ന യുദ്ധത്തിൽ ഓൾമോസ്റ്റ് ടിപ്പു സുൽത്താൻ തോറ്റ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ ആയപ്പോൾ അത് പൂർത്തിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈസൂരിൽ പറയാനുള്ളത്. അടുത്തത് പഞ്ചാബ്. പഞ്ചാബിലെ രാജാവാണ് മഹാരാജ രഞ്ജിത് സിംഗ്. ഹി വാസ് ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ റൂളർ ഓഫ് ഹിസ് ടൈം ആൻഡ് ഫൗണ്ടർ ഓഫ് ദ സിഖ് റൂൾ ഇൻ പഞ്ചാബ്. പഞ്ചാബിൽ സിഖ് റൂളിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ മഹാരാജ രഞ്ജിത് സിംഗ് ആണ്. അദ്ദേഹം അത്യാവശ്യം നല്ലൊരു കാലഘട്ടം ഭരിച്ചിട്ടുണ്ട്, 1792 to 1839 അല്ലേ. അപ്പം അദ്ദേഹം ഒരു 50 കൊല്ലത്തിലെടുത്ത് 47 കൊല്ലത്തിലെടുത്ത് ഭരിച്ചു അല്ലേ. ഹി ഓക്യുപ്പൈഡ് ലാഹോർ ഇൻ 1799 ആൻഡ് മെയ്ഡ് ഇറ്റ് ഹിസ് ക്യാപിറ്റൽ. ലാഹോർ പിടിച്ചെടുത്ത് പഞ്ചാബിൻ്റെ ക്യാപിറ്റലായിട്ട് ലാഹോറിനെ മാറ്റിയത് 1799 ഹി കോൺക്വേർഡ് അമൃത്സർ, ലുധിയാന, അനെക്സ്റ്റ് കാംഗ്ര, അറ്റോക്, മുൾട്ടാൻ, കാശ്മീർ, ഹസാര, ബന്നു, ദേരാജത്ത് ആൻഡ് പേഷ്വാർ. ഇത്രയും സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റൂളർ ആയിരുന്നു മഹാരാജ രഞ്ജിത് സിംഗ്. ദ സിഖ് പവർ വാസ് ബ്രോക്കൺ ബൈ ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് രഞ്ജിത് സിംഗ്. സോറി, ഇവിടെ ബ്രിട്ടീഷിന് ടി ആണേ. ഓക്കെ, ബ്രിട്ടീഷ് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് രഞ്ജിത് സിംഗ്. രഞ്ജിത് സിംഗിൻ്റെ മരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ പറയുന്ന സിഖ് പവർ, അതായത് അദ്ദേഹത്തിന് നല്ലൊരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സക്സസർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പഞ്ചാബ് പിടിച്ചെടുക്കാൻ പറ്റി. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ നടക്കുന്നത് 1845 to 1846 ആണ്. ദ ട്രീറ്റി ഓഫ് ലാഹോർ എൻഡഡ് ദ വാർ. സർ ഹെൻറി ലോറൻസ് ബിക്കേം ദ ഫസ്റ്റ് റെസിഡന്റ് ഓഫ് പഞ്ചാബ്. അപ്പോൾ ട്രീറ്റി ഓഫ് ലാഹോർ പ്രകാരം ഈ 1ാം സിഖ് യുദ്ധം അവസാനിക്കുകയാണ്. ഹെൻറി ലോറൻസ് ഈ യുദ്ധപ്രകാരം പഞ്ചാബിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് വരികയാണ്. ഓക്കെ, സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ ഡൽഹസി അനെക്സ് പഞ്ചാബ്. സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ നടക്കുന്നത് 1840 to 1849 ആണ്. ഡൽഹസിയുടെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം ഡൽഹൌസി പ്രഭു അല്ലേ, ഡൽഹസി അദ്ദേഹം കൊണ്ടുവന്നതാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ ഓഫ് ലാബ്സ് ഒക്കെ. അങ്ങനെ ഈ ഡൽഹൌസി അനെക്സ് പഞ്ചാബ്. സർ ജോൺ ലോറൻസ് ബിക്കം ദ ഫസ്റ്റ് ചീഫ് കമ്മീഷണർ ഓഫ് പഞ്ചാബ്. ഈ 2 യുദ്ധത്തോടുകൂടി ഈ പറയുന്ന പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ആയി മാറുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്ന് സ്പീഡിൽ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. വളരെ സ്പീഡിൽ നമുക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ബ്രിട്ടീഷ് പവർ, ഇതാണ് നമ്മൾ എടുത്ത ടോപ്പിക്ക്, എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബംഗാൾ, മൈസൂർ, പഞ്ചാബ് എക്സെട്ര. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മൾ ജസ്റ്റ് ഈ ഒരു മാപ്പ് കാണിച്ചു. മെല്ലെ മെല്ലെ ബ്രിട്ടീഷുകാർ ഓരോ കാലഘട്ടങ്ങളിൽ എക്സ്പാൻഡ് ചെയ്ത് ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ബ്രിട്ടീഷ് എക്സ്പാൻഷൻ 1757 to അവർ ഏതൊക്കെ പോളിസി പ്രകാരമാണ് നമ്മൾ പറഞ്ഞു, സബ്സിഡറി അലയൻസ്, പോളിസി ഓഫ് പാരമൗൺസി, ഡോക്ടർ ഓഫ് ലാബ്സ്, ഇതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ യുദ്ധങ്ങൾ നടത്തിയിട്ടാണ് അവർ പിടിച്ചെടുക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ബംഗാൾ മുർഷിൽ കുലി ഖാനായിരുന്നു ആദ്യത്തെ ഗവർണർ. ബാക്കി ഗവർണേഴ്സിൻ്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവർണർ അല്ലെങ്കിൽ നവാബ് എന്ന് പറയുന്നത് സിറാജ് ഉദ്ദൗളയാണ്. സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ച യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. അതിന് അവരെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ഒമി ചന്ദ്, മിർ ജാഫർ,
റായ് ദുർലഭ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ ബ്രിട്ടീഷുകാർ ആരെ തോൽപ്പിച്ചു? ഈ പറഞ്ഞ ഇദ്ദേഹത്തെ തോൽപ്പിച്ചു, സിറാജ് ദൗളയെ തോൽപ്പിച്ചു. പിന്നെ അടുത്താണ് ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സർ നമ്മൾ പറഞ്ഞു 3 ആൾക്കാർ 3 പേഴ്സൺസ് അലയൻസ് വേഴ്സസ് ബ്രിട്ടീഷേഴ്സ് അല്ലേ. ആരൊക്കെയായിരുന്നു അത്? 1 മിർ കാസിം, 2 എന്ന് പറയുന്നത് ഷുജാഉദ്ദൗള, 3 എന്ന് പറയുന്നത് ഷാ ആലം II അല്ലേ. ഇപ്പോൾ ഇവരുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും ഇന്ത്യയിലുള്ള അധികാരം ഉറപ്പിക്കുന്നത്. ഓക്കെ, അതിനുശേഷം റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്നതാണ് ഡ്യുവൽ ഗവൺമെന്റ് പോളിസി, ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം ഓഫ് ബംഗാൾ. അപ്പോൾ അദ്ദേഹമാണ് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു നിസാമത്ത് ആൻഡ് ദിവാനി റൈറ്റ്സ്. എന്താണ് ദിവാനി റൈറ്റ്? ബ്രിട്ടീഷുകാർ വെറും ഈ പറയുന്ന കളക്ഷൻ ഓഫ് ടാക്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ. നിസാമത്ത് റൈറ്റ് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ആരോട് പറഞ്ഞു? നിസാം ഓഫ് ബംഗാളിനോട് പറയുകയാണ്. ഡ്യുവൽ ഗവൺമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് മൈസൂരിനെ കുറിച്ചാണ്. ഹൈദരലി ഈ പറയുന്ന വടയർ ഡൈനാസ്റ്റിയിലെ ഒരു മിലിറ്ററി മാൻ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അവിടുത്തെ രാജാവുമാണ്. അതിനുശേഷം അദ്ദേഹം ആരുടെ സപ്പോർട്ടാണ് നേടിയിരുന്നത്? ഫ്രാൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സപ്പോർട്ടാണ് അദ്ദേഹം നേടിയിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിന് ആർമി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ അവരുടെ ആർമിയെ കൊണ്ടാണ് ട്രെയിനിങ് ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നത്. അത് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. പിന്നീട് ഈ പറയുന്ന മൈസൂർ എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചെടുക്കാനുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുവാണ്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ നമ്മൾ പറഞ്ഞു, ട്രീറ്റി ഓഫ് മദ്രാസ്. സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ നമ്മൾ പറഞ്ഞു. ഈ ആംഗ്ലോ മൈസൂർ വാർ കംപ്ലീറ്റ് ചെയ്യുന്നത് ടിപ്പു സുൽത്താൻ സമയത്താണ്. ഇത് എൻഡ് ചെയ്യുന്നത് ഏത് ട്രീറ്റി പ്രകാരമാണ്? ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. പിന്നെ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ ശ്രീരംഗപട്ടണം അല്ലെങ്കിൽ ശ്രീരംഗപട്ടണം. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ 1798 to 99 1 ഇയർ നീണ്ടുന്നുള്ളൂ. ആ ഒരു ആംഗ്ലോ മൈസൂർ വാറിൽ ആര് മരണപ്പെടുകയാണ്? ടിപ്പു സുൽത്താൻ മരണപ്പെടുകയാണ്. അതോടുകൂടി ഈ പറയുന്ന മൈസൂർ എന്ന് പറയുന്നത് ഈ വടയാർ ഡൈനാസ്റ്റിക്ക് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ വീണ്ടും അവർക്ക് തന്നെ അവരുടെ അധികാരം തിരിച്ച് നൽകി കൊടുക്കുകയാണ് അല്ലേ. പിന്നെ സിഖ് പവർ, സിഖിനെ കുറിച്ച് പറയുകയാണ്. അതിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള രാജാവാണ് മഹാരാജ രഞ്ജിത് സിംഗ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 2 സിഖ് വാർ നടക്കുകയാണ്, ആംഗ്ലോ സിഖ് വാർ. അതുപോലെ തന്നെ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ അത് ട്രീറ്റി ഓഫ് ലാഹോർ പ്രകാരം അത് എൻഡാവാണ്. സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ അതോടുകൂടി ഈ പറയുന്ന പഞ്ചാബും അനക്സ് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ഇപ്പോൾ നമ്മൾ അനക്സേഷൻ ആണ് ഇപ്പം പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എക്കണോമിക് ഇമ്പാക്ട് ആണ്. 3 സ്റ്റേജസ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം. ഫസ്റ്റ് ഫേസ് ഓഫ് മെർക്കന്റിലിസം വാസ് ദാറ്റ് ഓഫ് ഡയറക്റ്റ് പ്ലണ്ടർ. അതായത് ഡയറക്റ്റ് നമ്മൾ ഇവിടുന്ന് എത്രത്തോളം ചൂഷണം ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ അതായിരുന്നു അവർ ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ ഡ്യൂറിംഗ് ദിസ് ഫേസ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ട്രേഡ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് റിസോഴ്സസ് റാദർ ദാൻ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഓർ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ എക്കോണമി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ അവർ എന്താ ചെയ്തത്? ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഇവിടെ കുറേ ബിൽഡിംഗ് ഈ പറയുന്ന ഫാക്ടറീസോ കാര്യങ്ങളോ കൊണ്ടുവരുമോ ഒന്നുമല്ല ചെയ്തത്. അവർ ചെയ്തത് എന്താണ്? ഫോക്കസ്ഡ് ഓൺ ട്രേഡ്. ഇവിടുന്ന് മാക്സിമം സാധനം ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാനും അവിടെ അത് മാക്സിമം വലിയൊരു എമൗണ്ടിന് ഇവിടുന്ന് വളരെ തുച്ഛമായ പ്രൈസിന് നമ്മൾ ഇവിടുന്ന് പെസൻസിന് എടുത്ത് വാങ്ങിയിട്ട് അവിടെ വലിയൊരു എമൗണ്ടിന് വിറ്റ് മാക്സിമം പൈസ ഉണ്ടാക്കാനാണ് നോക്കിയത്. നമ്മളിവിടെ റിസോഴ്സസ് മാക്സിമം അവർ എക്സ്ട്രാക്ട് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ത്രൂ ഇറ്റ്സ് കൺട്രോൾ ഓവർ ട്രേഡ് ആൻഡ് റിസോഴ്സസ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് ഫ്രീ ട്രേഡ് നടത്താനുള്ള അനുവാദവും അധികാരമൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ത്രൂ ഇറ്റ്സ് കൺട്രോൾ ഓവർ ട്രേഡ് ആൻഡ് റിസോഴ്സസ് എസ്റ്റാബ്ലിഷ്ഡ് എ ഫൗണ്ടേഷൻ ഫോർ ഫ്യൂച്ചർ ഫേസസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം ഈ ഒരു ഫസ്റ്റ് ഫേസിലൂടെ തന്നെ അവർ ഭാവിയിലേക്കുള്ള എക്സ്പ്ലോയിറ്റേഷനുള്ള ഒരു ഫൗണ്ടേഷൻ അവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ 1813 to 1858 പീരീഡ് ആണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. Under the policy of free trade initiated by the Charter Act of 1813, the British focused on expanding industries, intensively commercializing agriculture in India. അപ്പോൾ ഈ ഒരു ഫേസിൽ അവർ അഗ്രികൾച്ചർ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. This period laid down the foundation for the subsequent phases of economic exploitation and dominance by the British in India. Indians were forced to export raw materials and import finished goods. അപ്പോൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യാണ്? അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഇവിടെയുള്ള റോ മെറ്റീരിയൽസ് അവിടേക്ക് അയക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ റോ മെറ്റീരിയൽസ് അവിടെ കൊണ്ടുപോയിട്ട് അവർ ഫൈനൽ പ്രൊഡക്ട്സ് ആക്കിയിട്ട് മാറ്റും. ആ ഫൈനൽ പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് തന്നെ ഇറക്കുന്ന സമയത്ത് ഇന്ത്യക്കാരത് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. ഈ റോ മെറ്റീരിയൽസ് അവർ വളരെ തുച്ഛമായ വിലയ്ക്കാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യക്കാരെ വളരെയധികം ചൂഷണം ചെയ്തു. അതുപോലെ അഗ്രികൾച്ചർ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് നമ്മൾ ഒരുപാട് ഈ പറയുന്ന ഈ ബ്രിട്ടീഷുകാരെ ടാക്സ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പോളിസീസ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അത് നമുക്ക് പഠിക്കാം. പെർമനന്റ് സെറ്റിൽമെൻറ്റ്, റേറ്റ് വാരി സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ, റേറ്റ് വാരി സിസ്റ്റം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് ഫേസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് the third phase, the British Empire expanded its investment in India during this time, particularly in infrastructure development, the construction of railways, other sectors such as banking, postal services and telegraph. Communication also witnessed significant development under British control. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആയപ്പോഴേക്കും അവർ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും അവർ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇവിടുന്ന് മാക്സിമം കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കിയ റെയിൽവേസ് ആയിക്കോട്ടെ, ബാക്കി ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാങ്കിങ്, പോസ്റ്റൽ സർവീസ്, ടെലിഗ്രാഫ് കാര്യങ്ങളൊക്കെ അവർ ഇവിടെ കൊണ്ടുവരികയാണ്. ഹെവി ബ്രിട്ടീഷ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് ബേർഡൻ ഓഫ് പബ്ലിക് ഡെറ്റ് ഇൻക്രീസസ്. ഈ ബ്രിട്ടീഷുകാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ
ഈ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കൂടുകയാണ്? പൊതുക്കടം ഭയങ്കരമായി കൂടുകയാണ്. നമ്മൾ ഓരോരുത്തരും പിന്നീട് ബ്രിട്ടീഷുകാർക്ക് കിടക്കുന്ന ടാക്സിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടി വരികയാണ്. ഇവരിവിടെ ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും അവർ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് പൈസ എടുത്ത് ചെയ്യുന്നത്. അവരൊരിക്കലും ബ്രിട്ടീഷിൽ നിന്ന് അവർ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, ഇവിടെ നിന്നുള്ള പൈസ ചൂഷണം ചെയ്ത് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടുന്നതെന്ന് കുറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ടാക്സ് കൂടെ കൂട്ടി ജനങ്ങളുടെ മേതകയാക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ജനങ്ങളുടെ മേത്ത് കടം കൂടി വരികയാൻ തുടങ്ങി. ഇൻഡസ്ട്രീസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രീസ് ഒക്കെ വരാൻ തുടങ്ങി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻ 1907. ടാറ്റ അയൺ സ്റ്റീൽ വരുന്നത് 1907. ഓക്കെ, ഇൻഡസ്ട്രീസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ഈ ഒരു പീരീഡിൻ്റെ എൻഡോട് കൂടിയാണ്. ദാദാഭായ് നവറോജിൻ്റെ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? ഡ്രെയിൻ ഓഫ് വെൽത്ത്, ചൂഷണ സിദ്ധാന്തം അല്ലേ? ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് drain of wealth. Okay, he was convinced that the main reason behind poverty was the colonial rule that was draining the wealth and prosperity of India. The drain of wealth was the portion of India's wealth and economy that foreigners captured. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ട പൈസ ഭയങ്കരമായിട്ട് ഇവിടുന്ന് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് ഇതിൻ്റെ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. എഫക്ട് ഇന്ത്യൻ സിറ്റിസൺസ് ഹാവ് ടു ബിയർ. അപ്പോൾ ഈ ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിനെ കൊണ്ട് ഇന്ത്യക്കാർ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ബിയർ എ ഹെവിയർ എക്സ്ട്രീംലി റിഗ്രസീവ് ടാക്സ് ബേർഡൻ ആസ് എ റിസൾട്ട് ഓഫ് ദ ഗവൺമെന്റ്സ് ഇനോർമസ് പബ്ലിക് ഡെപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പബ്ലിക് ഡെപ്റ്റ് കാരണം ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഭയങ്കരമായിട്ടുള്ള പൈസ കമ്പനിയിലേക്ക് അടക്കേണ്ട ഒരു അവസ്ഥ വരുവാണ്. Interest payment. The tax burden of India in 1886 was estimated by Dadabhai Naoroji to 14.3% of the total income. ടോട്ടൽ ഇൻകത്തിന് 14.3% ഈ പറയുന്ന ഇന്ത്യക്കാർ ടാക്സ് ബേർഡനായിട്ട് അവർക്ക് ടാക്സ് ആയിട്ട് അടക്കേണ്ടി വന്നിരുന്ന ടോട്ടൽ ഇൻകത്തിന് 14.3% ടാക്സ് അടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. വിച്ച് വാസ് മച്ച് ഗ്രേറ്റർ ദാൻ 6.93% ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ അവർ എത്രയാണോ ടാക്സ് വാങ്ങിയിരുന്നത് അതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് ടാക്സ് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല അവർ ഒരുപാട് ഓഫീസേഴ്സിന് ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്തിരുന്നു. ഈ ഓഫീസേഴ്സിനൊക്കെ സാലറി കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ്. ഓക്കെ, അതുകൂടാതെ മറ്റൊരു കാര്യമാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്തിരുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇംഗ്ലണ്ടിലുള്ള ആളാണ്. 1857 ശേഷം അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി 15 പേരെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റില്ല, ഇന്ത്യൻ കൗൺസിൽ എന്ന പേരിൽ അപ്പോയിന്റ് ചെയ്തിരുന്നു. ഈ 15 പേർക്കും ഈ പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും ഒക്കെ സാലറി നമ്മൾ ഇവിടുന്ന് എത്രത്തോളം ഏതൊക്കെ മേഖലയിൽ ഡ്രെയിൻ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ചോർത്തി കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തു എന്നാണ് ഈ ഒരു പോളിസി പ്രകാരം, ഈ തിയറി പ്രകാരം ആര് പറയുന്നത്? നമ്മുടെ ദാദാഭായ് നവറോജി പറയുന്നത്. ഓക്കെ, during the British era, okay, land revenue system. During the British era of control in India, there were 3 basic different types of land revenue policy. First one, zamindari system, mahalwari system, rayatwari system. The 3 main land tenure systems in use in the nation before its gained independence. Permanent settlement. Adil first zamindari system mattoru perana permanent settlement ട്ടോ. Permanent settlement was introduced by Governor General Lord കോൺവാലിസ്. ഈ കോൺവാലിസ് തന്നെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന ഈ ലോർഡ് കോൺവാലിസ് തന്നെയാണ്. ലോർഡ് കോൺവാലിസ് ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന സിസ്റ്റം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ? ഓൾസോ നോൺ ആസ് പെർമനന്റ് സെറ്റിൽമെന്റ് വിച്ച് ഈസ് ഓൾസോ നോൺ സമീന്ദാരി സിസ്റ്റം കേട്ടോ. ഇവിടെ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ല, ജമീന്ദാരി സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് permanent settlement. Zamindari system is also known as permanent settlement. എന്താണ്? Settlement of Bengal was an agreement between the British East India Company and the landlords of Bengal to fix the land revenue. അതായത് അത്രയും കാലം വരെ ഒരു ഫിക്സഡ് ലാൻഡ് റവന്യൂ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ലാൻഡ് റവന്യൂ മാറിയും കൂടിയും കുറഞ്ഞിരുന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജമീന്ദാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ അവിടെ അപ്പോയിന്റ് ചെയ്യണം. ഓരോ ലാൻഡിൻ്റെയും ഈ പറയുന്ന റവന്യൂ കളക്ട് ചെയ്യേണ്ടത് അവരാണ്. അപ്പോൾ അവർക്ക് ഒരു ടാർഗറ്റ് കൊടുക്കും, ഇത്ര റവന്യൂ അവിടെ നിന്ന് കിട്ടണം. അപ്പോൾ ഈ റവന്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10/11. ഇപ്പം 11 നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം 110 രൂപയാണ് ബ്രിട്ടീഷുകാർ റവന്യൂ പിടിക്കാൻ പറയുന്നതെങ്കിൽ 10/11 എന്ന് പറയുമ്പോൾ 100 റുപ്പി ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. ബാക്കി 10 റുപ്പി ആർക്ക് എടുക്കാം? ഈ ജമീന്ദാറിന് എടുക്കാം. ഓക്കെ, എന്നാൽ ഇതും ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. കാരണം ജമീന്ദാസിന് കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ 110 എന്നുള്ളത് ചിലപ്പോൾ അവർ 150 പറയും. അപ്പോൾ 100 ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ട് 50 ആർക്ക് എടുക്കാം? ജമീന്ദാസിന് എടുക്കാം. വളരെ സിമ്പിളായി ഇങ്ങനെ മനസ്സിലാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ചൂഷണം നേരിടേണ്ടി വന്ന നല്ലൊരു സിസ്റ്റം ആയിരുന്നു, നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ജമീന്ദാസിൻ്റെ ചൂഷണം കാരണം ഈ പറയുന്ന നമ്മുടെ പെസൻസ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ പറയുന്ന ജമീന്ദാരി സിസ്റ്റം അഥവാ പെർമനന്റ് സെറ്റിൽമെന്റ്. അടുത്തത് മഹൽവാരി സിസ്റ്റം. ലാൻഡ് റവന്യൂ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇത് മെയിൻലി ഇപ്പം നേരത്തെ പറഞ്ഞ ജമീന്ദാരി സിസ്റ്റം മെയിനായിട്ട് ജമീന്ദാരി സിസ്റ്റം മെയിനായിട്ട് വരുന്നത് ബംഗാൾ ബീഹാർ ഭാഗത്താണ്. ഈ പറയുന്ന റയോട്ട് വാരി സിസ്റ്റം ബോംബെ ആൻഡ് മദ്രാസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1820. അത് കഴിഞ്ഞിട്ട് മഹൽവാരി പറയാം കേട്ടോ. 1820. ഇൻ ദി സിസ്റ്റം പെസൻസ് ഓർ കൾട്ടിവേറ്റേഴ്സ് വർ റിഗാർഡഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ഇവിടെ ഒരു ഇടനിലക്കാരൻ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് പെസൻസിൻ്റെ അടുത്ത് തന്നെ ടാക്സ് വാങ്ങുന്ന രീതിയാണ് ഈ പറയുന്ന റയോട്ട് വാരി സിസ്റ്റം. ദേ ഹാഡ് ഓണർഷിപ്പ് റൈറ്റ്സ്. പെസൻസിന് ഓണർഷിപ്പ് റൈറ്റ്സ് കൊടുത്തിരുന്നു. കുഡ് സെൽ മോർഗേജ് ഓർ ഗിവ് ദ ലാൻഡ്. അവർക്ക് ഈ പറയുന്ന ലാൻഡ് അവർക്ക് വിൽക്കാനും അതുപോലെ തന്നെ പണയത്തിന് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റായി കൊടുക്കാനോ ഒക്കെ ഉള്ള അവകാശം പെസൻസിന് ആര് കൊടുത്തിരുന്നു? ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു.
അപ്പം ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേരാണ് തോമസ് മുൻറോ. അദ്ദേഹം മദ്രാസിലെ ഗവർണർ ആയിരുന്നു. ദ ടാക്സ് വർ ഡയറക്ട്ലി കളക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം ദ പെസൻസിന് ഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് റയറ്റ് വാരി സിസ്റ്റം. ഓക്കെ, അടുത്താണ് മഹൽവാരി സിസ്റ്റം. അണ്ടർ ദ മഹൽവാരി സിസ്റ്റം ദ ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഫ്രം ദ ഫാമേഴ്സ് ബൈ ദ വില്ലേജ് ഹെഡ്മാൻ ഓൺ ദ ബിഹാഫ് ഓഫ് ദ ഹോൾ വില്ലേജ്. ഓക്കെ, ജമീന്ദാറിന് പകരം വില്ലേജ് ഹെഡ്മാനെ അപ്പോയിന്റ് ചെയ്തു. എന്തിന്? ഈ ഹോൾ വില്ലേജിന്റെ ഫാമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്? നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസസ്, അതായത് നമ്മൾ നോർത്ത് ആൻഡ് വെസ്റ്റേൺ പാർട്സ് ഓഫ് സെൻട്രൽ ഇന്ത്യ ആൻഡ് പഞ്ചാബ്. ഓക്കെ, ലോർഡ് വില്യം ബെന്റിക് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വില്യം ബെന്റിക് നമുക്കറിയാം 1829 സതി നിർത്തലാക്കാൻ കാരണമായിട്ടുള്ള ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഹീസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലേ. ഇൻട്രൊഡ്യൂസ് ദ മഹൽവാരി സിസ്റ്റം of land revenue in India. The entire village was converted into one bigger unit called mahal. Mahal എന്ന് പറഞ്ഞാൽ എന്താണ്? entire village-നെ ഒരു bigger unit ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ മഹൽ എന്ന് വിളിച്ചു. and treated as one unit for the payment of land. മൊത്തത്തിൻ്റെയും കൂടെ ഒറ്റ യൂണിറ്റ് ആയിട്ട് മഹലിനെ കണ്ടു. It was a changed rendition of the സമീന്ദാരി സെറ്റിൽമെന്റ്, ഓൾസോ നോൺ ആസ് പെർമനന്റ് സെറ്റിൽമെന്റ്. സമീന്ദാരി സെറ്റിൽമെന്റ് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. കാരണം അവിടെ സമീന്ദാറിന് പകരം ഇവിടെ ആരെയാക്കി? വില്ലേജ് ഹെഡ്മാനെ ആക്കി. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റമായിട്ട് നമുക്ക് മഹൽവാരി സിസ്റ്റത്തിനെ പറയാം. Colonial impact of land revenue system. Okay, there are endless issues with the land revenue settlement system issued by the British East India Company. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ farmers were forced to pay an unnatural amount which led to the loss of land sometime. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു എമൗണ്ടാണ് അവർ അടയ്ക്കേണ്ടി വന്നത്. അങ്ങനെ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ലാൻഡ് നഷ്ടമായിരുന്നു. Different demanded crops such as indigo make the land no more suitable for harvesting other crops such as rice. അതായത് ഇവർ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ക്രോപ്സിന് ഇമ്പോർട്ടൻസ് ആര് നൽകി? ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് നൽകി. എന്നിട്ട് അവർ പറഞ്ഞ ഇൻഡിഗോ പോലത്തെ ക്രോപ്സ് ഒക്കെ അവിടെ വിളവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വിളവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന റൈസ്, അതായത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ക്രോപ്സ് ഒന്നും അവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. കാരണം എന്താ വെച്ചാൽ ഹാർവസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് രണ്ടും കൂടെ ഒറ്റ ടൈമിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അത് ഫാമേഴ്സിന് ഭയങ്കര ഒരു ബേർഡനായി മാറി. പിന്നെ ദിസ് ലെഡ് ടു ഹൈ ലെവൽസ് ഓഫ് ഇൻഡെപ്റ്റ്നെസ്, പോവർട്ടി എമംഗ് ദ പെസൻട്രി. ഭയങ്കരമായിട്ട് കടബാധ്യതയിലേക്കും അതുപോലെ പട്ടിണിയിലേക്കും നമ്മുടെ ഇന്ത്യൻ പെസൻസിനെ കൊണ്ടെത്തിച്ച ഒരുപാട് ക്രൂരമായിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ പെസൻസ് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണ് മൂവ്മെൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതിലൊന്നാണ് ഇൻഡിഗോ റിവോൾട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡിഗോ ഭയങ്കരമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിലെ നടന്ന റിവോൾട്ടാണ് ഇൻഡിഗോ റിവോൾട്ട്. ബംഗാളിലാണ് നടന്നത്. അതിന് നേതൃത്വം നൽകിയാറാണ് വിഷ്ണു വിശ്വാസ് ആൻഡ് ദിഗംബർ വിശ്വാസ്. അടുത്തത് പബ്ന റിവോൾട്ട്, ബംഗാൾ തന്നെയാണ്. 1870 ഈശ്വർ റോയ്, സാബൂപൽ, കൂഡിമുള്ള, ഈ മൂന്നാൾക്കാരാണ് ഇതിന് കൂദിമുല്ല എന്ന് പറഞ്ഞ മൂന്നാൾക്കാരാണ്. ഇവർ മൂന്നാൾക്കാർ ചെയ്തിട്ടാണ് ഇതിന് ഈ പറയുന്ന നേതൃത്വം നൽകിയത്. ഡെക്കാൻ റൈഡേഴ്സ്, മഹാരാഷ്ട്രയിൽ 1875. ഇതൊക്കെ പെസന്റ് മൂവ്മെന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. രാമോജി മൂവ്മെന്റ്, അത് വാസുദേവ് ബൽവന്ത് ഫഡ്കെയാണ് നേതൃത്വം നൽകിയത്. ബിജോലിയ മൂവ്മെന്റ്, സീതാറാം ദാസ് ആൻഡ് വിജയ് പതിക് സിംഗ്. ചമ്പാരൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ സത്യാഗ്രഹമാണ് അല്ലേ, ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ ഗേദ, സെക്കൻഡ് സത്യാഗ്രഹ ബൈ ഗാന്ധിജി ആൻഡ് വല്ലഭായ് പട്ടേൽ. ഓക്കെ, പിന്നെ മാപ്പിള റിവോൾട്ട്, പിന്നെ തെബാഗ മൂവ്മെന്റ് ബംഗാളിൽ തന്നെ നടന്നൊരു മൂവ്മെൻ്റാണ്. പുന്നപ്രവയലാർ, കേരളത്തിൽ നടന്ന മൂവ്മെൻ്റാണ് പുന്നപ്രവയലാർ. ഇതൊക്കെ പെസന്റ് മൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പം ഈ പറയുന്ന പെസന്റ് മൂവ്മെൻറ്റ്സ് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അവധ് കിസാൻ സഭ, ഏക മൂവ്മെൻറ്റ്, ഫോറസ്റ്റ് സത്യാഗ്രഹ, ഓൾ ഇന്ത്യൻ കിസാൻ സഭ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പെസന്റ് മൂവ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ ഇപ്പം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് അതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പീഡ് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊളോണിയൽസിൻ്റെ 3 ഭാഗങ്ങളായിട്ട് പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? ആദ്യം ഇവിടുന്ന് മാക്സിമം എത്രത്തോളം ഡയറക്റ്റ് പ്ലണ്ടർ ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജ് അല്ലേ. സെക്കൻഡ് സ്റ്റേജ് ആയപ്പോൾ അവരെന്ത് ചെയ്തു? ഈ പറയുന്ന അഗ്രികൾച്ചറൊക്കെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. റോ മെറ്റീരിയൽസ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് പ്രൊഡക്ട്സ് ആക്കി ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വലിയ വിലയ്ക്ക് ഇന്ത്യക്കാരെ കൊണ്ട് വാങ്ങിക്കാൻ നോക്കി. നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ടേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനിവിടെ ഡ്യൂട്ടി വളരെ ചെറിയൊരു പൈസ നമ്മൾ ഇവിടെ സാധാരണക്കാർക്ക് കിട്ടിയിരുന്നുള്ളൂ. പിന്നെ തേർഡ് ഫേസ് എന്ന് പറയുമ്പോൾ ഇവരിവിടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് എല്ലാ രീതിയിലും ഇവിടെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ഇന്ത്യയിലുള്ള പൈസ തന്നെയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് ദാദാഭായ് നവറോജിൻ്റെ ട്രെയിൻ ഓഫ് വെൽത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദാദാഭായ് നവറോജി. പിന്നെ ലാൻഡ് റവന്യൂ സിസ്റ്റം, ജമീന്ദാരി സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ജമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോർഡ് കോൺവാലിസ് ആണ്. റയറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തോമസ് മെൻറോ ആണ്, അതെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വില്യം ബെന്റിക് ആണ്, അതും നമ്മൾ പറഞ്ഞു. കൊളോണിയൽ ഇമ്പാക്ട് ഓഫ് ലാൻഡ് റവന്യൂ, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പെസന്റ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ നോക്കുക, നല്ലപോലെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.